2026 ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 65 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും വമ്പൻ സന്തോഷ വാർത്ത. ജൂലൈ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വർധനവിനോടൊപ്പം തന്നെ ഓരോ വീടുകളിലേക്കും 30ഓളം വരുന്ന ധനസഹായങ്ങൾ കൂടി പ്രഖ്യാപിച്ചു. നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ വഴി നാളെ മുതൽ തന്നെ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും. APL BPL റേഷൻ കാർഡ് ഉടമകളിൽ ആനുകൂല്യങ്ങൾ വേണ്ട ഗുണഭോക്താക്കൾ വീഡിയോ പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീടുകൾക്കാവശ്യമുള്ള പദ്ധതി ആനുകൂല്യങ്ങൾ, വിവിധ മേഖലകളിലേക്കുള്ള ധനസഹായ വിതരണം, പെൻഷനുകൾ, ക്ഷേമ പെൻഷനുകൾ, കുടിശ്ശിക നിർമ്മാർജ്ജനം എന്നിവയാണ് നാളെ മുതൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ജൂൺ മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിന്റെ രണ്ടാം ഘട്ടത്തോടൊപ്പം തന്നെ ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ചു എന്നുള്ള സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത്. 26 ലക്ഷത്തോളം വരുന്ന അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക വിതരണത്തിനായി കൈമാറിക്കഴിഞ്ഞു. തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും. കൈകളിലേക്കുള്ള വിതരണം നാളെ മുതൽ സംസ്ഥാനത്ത് സജീവമാകും. സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിൽ തുക എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് വിതരണം ആരംഭിച്ചിട്ടില്ല. ഇവർക്കുള്ള തുക വിതരണം നാളെ മുതൽ സംസ്ഥാനത്ത് സജീവമാകും. പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുന്ന നടപടികൾ ഔദ്യോഗികമായി സംസ്ഥാനത്ത് ആരംഭിച്ച സാഹചര്യത്തിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. പെൻഷൻ തുക ഉടനടി 3000 രൂപയിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി 3000 രൂപയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് വാഗ്ദാനം. ജൂലൈ മാസം മുതൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷനിൽ വർധനവ് പ്രതിഫലിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിനു മുന്നോടിയായി വലിയൊരു കർശന പരിശോധന തന്നെ ഗുണഭോക്താക്കൾ നേരിടേണ്ടി വരും. നിരവധി അനർഹർ പട്ടികയിൽ കടന്നുകൂടി ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ നീക്കം. വരുന്ന ആഴ്ച മുതൽ തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടുതൽ കർശനമാക്കും. ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഓണത്തോടനുബന്ധിച്ച് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയ ഗുണഭോക്താക്കളുടെ ആശ്രിതർ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നത് സംബന്ധിച്ചുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ള ആളുകൾ പിഴപ്പലിശ ഉൾപ്പെടെ ഇതുവരെ ലഭിച്ച മുഴുവൻ പെൻഷനും തിരികെ നൽകേണ്ടി വരും. പെൻഷൻ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വിവിധ മേഖലകളിലേക്ക് കൂടുതൽ ആനുകൂല്യ വിതരണം കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത്. റേഷൻ കാർഡുള്ള ഗുണഭോക്താക്കൾക്ക് ഓരോ വീട്ടിലേക്കും വാർഡ് അടിസ്ഥാനത്തിൽ 30ൽ പരം സഹായങ്ങൾ കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത്. സഹായങ്ങൾ വിതരണം ചെയ്യുന്ന വാർഡ് സഭകൾ, ഗ്രാമസഭകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ വീടുകളിലും റേഷൻ കാർഡുകളുണ്ട്. അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ അടയ്ക്കുന്ന കാർഡുകളുമുണ്ട്. വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ ഗുണഭോക്താവിന്റെ ആധാർ കാർഡും റേഷൻ കാർഡിന്റെ കോപ്പിയും അതോടൊപ്പം തന്നെ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ അടയ്ക്കുന്ന റെസിപ്റ്റും കൂടി ഉണ്ടാവേണ്ടതാണ്. ഹരിതകർമ്മസേനയ്ക്കുള്ള യൂസർ ഫീ 50 രൂപ വീതം കൃത്യമായി അടച്ച് രസീത് കൈപ്പറ്റിയിട്ടുള്ള ആളുകൾക്കാണ് മുൻഗണന ലഭിക്കുക. കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആളുകൾക്ക് ആനുകൂല്യങ്ങൾ പെൻഡിങ്ങിൽ വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കുള്ള സഹായങ്ങൾ, അതായത് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കുള്ള ഊന്നുവടികൾ, പ്രത്യേക വീൽ ചെയറുകൾ, വാട്ടർ ബെഡ് തുടങ്ങിയവ ലഭിക്കുന്നതാണ്. ഇതിനു പുറമെ കട്ടിലുകൾ, കമ്പിളിപ്പുതപ്പ് തുടങ്ങിയവ ലഭിക്കും. പുതിയതായി അപേക്ഷ വെച്ച് മുൻഗണനാ പട്ടികയിൽ ഇടം പിടിക്കുന്ന ആളുകൾക്ക് ആനുകൂല്യം അതിവേഗം തന്നെ ലഭിക്കുന്നതാണ്. ഓരോ പഞ്ചായത്തുകളിലും വ്യത്യസ്തങ്ങളായ സഹായങ്ങളാകും ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക. APL BPL വ്യത്യാസമില്ലാതെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ വയ്ക്കാവുന്നതാണ്. ഓരോ വാർഡിലും തിരഞ്ഞെടുക്കപ്പെടുന്ന നിശ്ചിത എണ്ണം ഗുണഭോക്താക്കൾ എന്ന രീതിയിലാണ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത്. ഓരോ വീടുകളിലേക്കുമുള്ള സഹായ വിതരണത്തിന്റെ ഭാഗമായി ബയോവിൻ, അതോടൊപ്പം തന്നെ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിനുള്ള യൂണിറ്റിന് പ്രത്യേക സഹായങ്ങൾ, പച്ചക്കറി തൈകളുടെയും ജൈവവളങ്ങളുടെയും വിതരണം, തീറ്റപ്പുല്ല് കൃഷിക്കുള്ള പ്രത്യേക സബ്സിഡി, മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട് മറ്റ് ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ വീട് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായ വിതരണം, പിന്നോക്ക വിഭാഗത്തിനുള്ള പ്രത്യേക ധനസഹായങ്ങൾ, വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക സ്കോളർഷിപ്പുകൾ, പഠന മുറി നിർമ്മാണത്തിന് 2 ലക്ഷം രൂപ വീതം വിതരണം, മുട്ടക്കോഴി വളർത്തലിന് വേണ്ടിയുള്ള പ്രത്യേക സഹായങ്ങൾ, കൂട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സബ്സിഡി ധനസഹായങ്ങൾ തുടങ്ങി 30ഓളം വരുന്ന സഹായങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സഹായങ്ങൾ ആവശ്യമുള്ളവർ ആവശ്യാനുസരണം അപേക്ഷയ്ക്കൊപ്പം അനുബന്ധ രേഖകൾ കൂടി അറ്റാച്ച് ചെയ്ത ശേഷം സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ വെച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ ഗ്രാമസഭകൾ വഴി അതിന്റെ മാർക്കിടിയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതായി കൂടാൻ പോകുന്ന ഗ്രാമസഭകളിലാണ് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുക. അർഹതപ്പെട്ട അവകാശങ്ങൾ ഗുണഭോക്താക്കൾ നേടിയെടുക്കുക തന്നെ ചെയ്യുക. അറിയിപ്പ് ലഭിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്കുള്ള അറിയിപ്പ് ഉടൻ തന്നെ പുറത്തുവരും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.